ഉണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി LDF എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും പരിശോധിക്കും. എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അത് മാത്രമാണ് കോമഡി എന്നുള്ളത്. ഇത്തരൊരു കാര്യമാണ്. വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും LDF പരാജയപ്പെടാൻ പാടില്ല. അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമ പ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായില്ല. അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറഞ്ഞു. ആശാന്റെ മണ്ഡലത്തിൽ രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവും. LDF ഭരണം നഷ്ടപ്പെട്ടു. ആയിക്കോട്ടെ. എൻ്റെ മണ്ഡലത്തിൽ 10 പഞ്ചായത്തും പോയോ? ഇല്ല, 10 പോയിട്ടില്ല. അല്ല, പഞ്ചായത്താണ്. ശാന്തമ്പാറ LDF കിട്ടിയിട്ടുണ്ട്. കുടുംബിഞ്ചോല അതൊക്കെ ജയിക്കാനാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടാവുന്നത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? നമ്മൾ കേട്ടത് മണിയാശൻ ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം പറഞ്ഞ കമന്റുകളാണ്. അദ്ദേഹം ആ കമന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാഷ്ട്രീയ കേരളം ആകെ അദ്ദേഹത്തെ വിമർശിക്കുകയുണ്ടായി. പാർട്ടി നേതൃത്വം തന്നെ അദ്ദേഹത്തിനോട് അത് തിരുത്തി പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊക്കെ തിരുത്തി പറഞ്ഞു, തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ എത്ര പേര് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ അനുകൂലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതികൂലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മണിയാശൻ പറഞ്ഞത് ശരിയായോ ഇല്ലയോ? എത്ര പേരുണ്ട്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഞാൻ അതിൻ്റെ പുറകെ പറയാം കേട്ടോ. മണിയാശൻ ഒരു പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹം ആ ഇടുക്കി ജില്ലയിലെ ചില പ്രാദേശികമായ ഇതിനു മുമ്പും പാർട്ടിയെ പല വിധത്തിലൊക്കെ പല പ്രസ്താവനകളിലൂടെയൊക്കെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വെട്ടി തുറന്ന് പറയും. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു. അത് അയാൾ അക്കമിട്ട് പറയുന്നുണ്ട്. പാലം പണിതു, സ്കൂൾ പണിതു, ആസ്പത്രികൾ പണിതു, റോഡുകൾ പണിതു, ദേശീയ പാത കൊണ്ടുവന്നു, പെൻഷൻ കൂട്ടിക്കൊടുത്തു. ഇതിനു മുമ്പുണ്ടായിരുന്ന ഏത് ഗവൺമെന്റിനേക്കാളും വലിയ തോതിലുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെന്റിനെ ഈ വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പാടില്ലായിരുന്നു. അതൊരു നന്ദികേടായി പോയി എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പോയ ഒരു വാചകം എന്താ പറഞ്ഞാൽ, അതും വാങ്ങി തിന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന ഒരു നാടൻ പ്രയോഗം അദ്ദേഹം നടത്തി എന്നതൊഴിച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പരമമായ സത്യമുണ്ട്. കാരണം കഴിഞ്ഞൊരു 25 വർഷത്തെ കേരളത്തിൻ്റെ ഒരു വികസന ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട് എന്നുള്ളത് ആരും സമ്മതിക്കും. അതിന് തർക്കമൊന്നുമില്ല. മൊത്തത്തിൽ രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാവും. ഈ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായി, പ്രളയം ഉണ്ടായി, ഓക്കി ഉണ്ടായി, കൊറോണ ഉണ്ടായി. ഇതിനെല്ലാം മറികടന്നും അത്തരം ഒരു പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നുപോയിട്ടും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും ഇപ്പം ഈ തെരഞ്ഞെടുപ്പിനോട് തൊട്ട് മുമ്പാണെങ്കിലും പെൻഷനൊക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ 2000 രൂപ ഒരാൾക്ക് 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് കിട്ടും. ഒരു 2 പേരുണ്ടെങ്കിൽ 4000 രൂപയായി. അതിപ്പോൾ ഈ അവസ്ഥയിൽ വലിയ കുടിശ്ശികളൊന്നും ഇല്ലെങ്കിലും ഇപ്പം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അതൊക്കെ കൊടുത്തു തീർത്തെങ്കിലും അത് കൊടുത്തു തീർത്തല്ലോ. എന്തായാലും വലിയ തുകകളൊക്കെ ഇടയ്ക്ക് കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ കൊടുത്തിട്ടും ഏതാണ്ട് ഒരു 60 ലക്ഷത്തോളം പേർക്ക് ആ തരത്തിലുള്ള പെൻഷൻ കിട്ടുന്നുണ്ട്. ഇനി പുതിയ 2 പെൻഷനും കൂടെ വരുമ്പോൾ ഏതാണ്ട് 1.25 കോടി ജനങ്ങൾ ഈ ആനുകൂല്യം പറ്റുന്നുണ്ട്. അങ്ങനെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തി വോട്ട് ചോദിക്കുന്നതിലും ഇനിയും ഈ ഭരണം തുടരണം എന്നും പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എല്ലാ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കും 10,000 രൂപ BJPയും അവിടുത്തെ ഭരിക്കുന്ന നിതീഷ് കുമാറും വിട്ടുകൊടുത്തതിന് കൊണ്ട് കിട്ടിയ ഗുണമാണ് ഈ വമ്പൻ ഭൂരിപക്ഷം അവിടെ ഉണ്ടായത്. അന്ന് ഈ ആക്ഷേപം ഉയർത്തിയോ? അല്ലെങ്കിൽ അതിൽ എന്താണ് തെറ്റ്?
അത്തരം ഒരു ജനോപകാരപ്രദമായ നടപടികൾ എടുക്കുന്ന ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിലേറ്റുക എന്നുള്ളത് ജനങ്ങളുടെ കടമയാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇതെല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്നുള്ളത് ഒരു നേതാവിൻ്റെ ആശാന് തോന്നിയ ഒരു പ്രകടനമാണ്. അത് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്നത്തെ ഇടത് നേതാക്കളിലേക്ക് മനസ്സിലുള്ള ആ ചോദ്യമുണ്ട്. അവർക്ക് ഈ മണി ആശാന്റെ ഭാഷയിൽ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ നേതാക്കളുടെ മനസ്സിലും ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ നന്ദി കേടി ജനം ചെയ്തുവല്ലോ എന്നുള്ള തോന്നലുണ്ട് എന്നുള്ളൊരു പരമാർത്ഥമാണ്. ഇത് സർക്കാരിൻ്റെ പണമല്ലേ, ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പണമാണോ എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകളൊക്കെ വീട്ടിൽ നിന്നാണോ എടുത്തു കൊടുത്തിരുന്നത്? സർക്കാരിൻ്റെ പണം തന്നെയല്ലേ എടുത്തു കൊടുക്കുന്നത്? എന്തുകൊണ്ട് 2000 രൂപയാക്കിയില്ല അവരുടെ കാലഘട്ടത്തിൽ? എന്തിന് UDF ഭരിക്കുന്ന കാലത്ത് ആകെ അവരുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് 100 രൂപയുടെ ഒരു വർധനവ് മാത്രമാണ് ഉണ്ടായതെന്നാണ് ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2000 രൂപയിലെ മുക്കാൽ പങ്കും ഈ 2000 രൂപയായി എത്തി നിൽക്കുന്ന ഈ തുകയെല്ലാം തന്നെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് വന്ന് നിൽക്കുന്നത് അങ്ങനെയാണ്. അതൊരു സത്യമാണ്. ആ സത്യത്തെ കാണാതിരുന്നുകൂടാ. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന് ജനം വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരും ഈ ഇടതുപക്ഷം തന്നെയാണ്. അതിന് UDFനെയോ BJPയെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത് ശബരിമല സ്വർണ്ണ കൊള്ള തന്നെയാണ് അതിൻ്റെ പരമമായ യാഥാർത്ഥ്യം. തെക്കൻ കേരളത്തിൽ ആ വിഷയം ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് ഒരാൾക്കാരും ഹിന്ദുക്കളെന്നല്ല ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അതിൻ്റെ പുറകിൽ ഒരു ഇടതുപക്ഷ നേതാക്കൾ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നും ആ കൂട്ടുനിന്നവരെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് തന്നെ കുറേ പേരെങ്കിലും വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന പലരും വോട്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എതിർത്ത് BJPക്കോ കോൺഗ്രസിനോ വോട്ട് ചെയ്തു. വടക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ശബരിമലയ്ക്ക് പുറമെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ നടന്നു. നാക്കെടുത്താൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് ആകെ പേടിപ്പിച്ച് മുസ്ലിങ്ങളിൽ ഒരു വലിയ ഐക്യമുണ്ടാക്കിയെടുത്തത് വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്തിരുന്ന മുസ്ലിങ്ങൾ പോലും ഈ മുസ്ലിം ലീഗിനും UDFനും വോട്ട് ചെയ്തു. എന്ന് വെച്ചാൽ BJPയുടെ സ്വരത്തിൽ CPM സംസാരിക്കുന്നു എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടായി എന്നുള്ളതാണ് വടക്കൻ കേരളത്തിൽ സംഭവിച്ചത്. അതല്ലെങ്കിൽ ഈ വടക്കൻ കേരളത്തിലും ഇത്തരത്തിലൊരു റിസൾട്ട് ഉണ്ടായിരുന്നില്ല. സാമാന്യം ഏതാണ്ട് പാലക്കാട് ജില്ലയിൽ ഒരു പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും എഫക്റ്റ് വളരെ കുറവായതുകൊണ്ട് അവിടെ ഇടതുപക്ഷത്തിന് നല്ല ഒരു പെർഫോമൻസ് സാമാന്യം തെറ്റില്ലാത്ത വളരെ എന്ന് വെച്ചാൽ തീർത്തും ബെറ്ററായി എന്നല്ല പറയുന്നത്, ബെറ്ററായ മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് സാമാന്യം നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് കേരളത്തിൽ ഉടനീളം ഉണ്ടായിരുന്നെങ്കിൽ കഥ വേറെയായിരുന്നു. അനാവശ്യ കാലഘട്ടത്തിൽ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പമ്പയിലെ ഒരു അയ്യപ്പ സംഗമം നടത്തി ഇന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വരെ എത്തി നിന്നു എന്നുള്ള ഒരു മഹാതെറ്റും ഈ ഇടതുപക്ഷം ചെയ്തതാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ഇതാണ് യഥാർത്ഥ കാരണം. ആ മണിയാശാൻ പറഞ്ഞത് പച്ചയായ പരമാർത്ഥമാണെന്നാണ്. പച്ചയായ ഒരു സത്യം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അത് ഈ ഇടതുപക്ഷ നേതാക്കളുടെ മനസ്സിലുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു. മറ്റുള്ളവർക്കത് ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ കൊണ്ട് അവരത് പറയുന്നില്ല എന്നുള്ളൂ. അവരുടെ മനസ്സിലുള്ള ഒരു വിഷയവും ഇത് തന്നെയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യം അവരെയും അലട്ടുന്നുണ്ട് എന്നതാണ് ആ സത്യം. നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ ആ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.